ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ 13ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ സെലിബ്രേഷനാണ്. അപ്പോൾ അതിൽ രാവിലെ തന്നെ കുറച്ച് പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ വെക്കാൻ പോണത് കപ്പ ബിരിയാണിയാണ്. ഞങ്ങളുടെ അങ്കമാലിക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലും കപ്പയും. ഞങ്ങൾ കപ്പ ബിരിയാണി എന്നൊക്കെ പറയൽ വളരെ ചുരുക്കമാണ് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഇറച്ചിയും മറ്റേ എല്ലും കുറച്ച് ഇറച്ചിയായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വേവിക്കാനായിട്ട് നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന പോലെ സവോളയും ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് ഗരം മസാലയല്ല ഇറച്ചി മസാലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിക്കാതെയാണ് കേട്ടോ വേവിക്കാൻ വയ്ക്കുന്നത്. പിന്നെ കപ്പ ഞാനെടുത്തത് ഫ്രോസൺ കപ്പയാണ്. ഫ്രോസൺ കപ്പ നല്ലതായിരുന്നു. അത് പീസുകളായിട്ട് ഇങ്ങനെ നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇറച്ചി വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കപ്പ നമ്മുടെ കുക്കറിൽ തന്നെ ഇട്ടത്, കാരണം നല്ല കപ്പ ആയതുകൊണ്ട് കയ്പൊന്നും ഉണ്ടായിരുന്നില്ല. അതൊന്നും കൂടെ ഇട്ട് ഇറച്ചിയൊക്കെ ആയിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു വിസിലടിച്ച് എയർ പോകാൻ മാറ്റി വെച്ചിട്ട് നമുക്ക് എല്ലും കപ്പയ്ക്കുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് പാത്രം വെച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ഞാൻ അരിഞ്ഞ് വെച്ചത് ഒരു 2 സവോളയാണ് അരിഞ്ഞ് വെച്ചത്. ആ അരിഞ്ഞ് വെച്ച സവോള അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സവോളയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ സവോള വഴറ്റിയെടുക്കുന്ന സമയത്ത് സവോള മുരിഞ്ഞ് വരാനായിട്ട് ആവശ്യമുള്ള ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇറച്ചി വേവിച്ചപ്പോഴും കപ്പ ഇട്ടപ്പോഴും ഞാൻ അതിലേക്കുള്ള ഉപ്പ് ആ സമയത്ത് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള സവോളയ്ക്ക് മുരിയാനുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ സവോള മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിലേക്കുള്ള പൊടികളായിട്ട് ഇട്ടേക്കുന്നത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇറച്ചി മസാലയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയാണ് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്ത് നമ്മളതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് എപ്പോഴും പറയുന്ന പോലെ തന്നെ അടുപ്പ് സിമ്മി വെച്ചിട്ട് വേണം പൊടികൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഞാൻ പൊടികളുടെ അളവ് പറയാത്തത്, നമ്മൾ എടുക്കുന്ന സാധനത്തിൻ്റെ അളവ് അനുസരിച്ചായിരിക്കും പൊടികളുടെ അളവ് മാറുന്നത്. പിന്നെ പല സ്ഥലത്തും മുളക് പൊടിയുടെ എരിവുകളും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ കോമൺ ആയിട്ട് ഒരു ഇതായിട്ട് പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് അളവുകളൊന്നും പറയാതിരുന്നത്. അപ്പോൾ നമ്മളിത് പൊടിയൊക്കെ ഒന്ന് മുരിച്ചെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ വെന്തിരിക്കണ എല്ലും കപ്പയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. അപ്പോൾ ഞാൻ കപ്പ ഇട്ട് വേവിച്ചപ്പോൾ വെള്ളം ഒഴിച്ചില്ലായിരുന്നു. ആ ഇറച്ചി വെന്ത വെള്ളത്തിലാണ് കപ്പയും വെന്തത്. അപ്പോൾ കപ്പയും കൂടെ വെന്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒട്ടും വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഒട്ടും വെള്ളമില്ലാതിരുന്നപ്പോൾ എനിക്കങ്ങ് ഒരു ഡ്രൈ ആയിട്ട് തോന്നി. കാരണം ഞാൻ ഇതിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ അതിനകത്തൊരു തുള്ളി പോലും വെള്ളമില്ല. അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ കഴിക്കാം. എനിക്ക് കപ്പ കുറച്ച് കുഴക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തത്. നമ്മളെപ്പോഴും എല്ലും കപ്പയും വെക്കുമ്പോൾ ഈ നെഞ്ചടിയുടെ ഭാഗമുള്ള എല്ലെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. നമുക്കതിൽ കഴിക്കാൻ പറ്റുന്ന ടൈപ്പ് എല്ലും ഉണ്ടാവും. പിന്നെ കുറച്ച് നെയ്യൊക്കെ ആയിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പായസമാണ്. നോർമലായിട്ടുള്ളൊരു സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് സേമിയ ഇവിടെ വറുക്കാൻ വെച്ചിട്ടുണ്ട്. പാല് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പാല് തിളപ്പിക്കാൻ വെച്ചപ്പോൾ പാലിനകത്ത് നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഒരു 3-4 ഏലക്ക അതിലേക്ക് പൊടിച്ചിട്ടിട്ടുണ്ട്. ഞാൻ ഏലക്കയുടെ തൊണ്ട് മാറ്റിയിട്ട് ആ കറുത്ത കുരു മാത്രമാണ് പൊടിച്ചതിനകത്തേക്ക് ഇട്ടത്. അപ്പോൾ ഇത് ഞങ്ങളുടെ കടയിലെ പിള്ളേർക്ക് പായസം കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ പാല് തിളച്ച് വന്നു. പിന്നെ സേമിയ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നപ്പോൾ പാലിലേക്ക് സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ സേമിയ കുറച്ച് അടിയിൽ കട്ട പിടിക്കും. അപ്പോൾ അങ്ങനെ അത് റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട്. അടുത്തുണ്ടാക്കുന്ന മന്തിയാണ്. അപ്പോൾ അതിലേക്ക് ചിക്കനിലേക്ക് ചേർക്കാൻ വേണ്ടി ജീരകവും കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ എടുത്തേക്കുന്ന മല്ലിപ്പൊടി ഉപ്പ് ഇതെല്ലാം കൂടെ എടുത്തിട്ട് നമ്മൾ പിന്നെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമ്മൾ അതിലേക്ക് ഒരു കപ്പോളം തന്നെ വെളിച്ചെണ്ണയല്ല ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചേർക്കാതിരിക്കണമായിരിക്കും നല്ലത്. അത് നന്നായിട്ട് അരച്ച് കൊണ്ടുവന്ന് ഞാൻ ചിക്കൻ ഇങ്ങനെ വരഞ്ഞു കൊടുത്തു. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഫോർക്കും കൊണ്ട് കുത്തി കൊടുക്കാം. ഞാൻ വരഞ്ഞു കൊടുത്തേക്കാണ് ചെയ്തേക്കുന്നത്. ചിക്കനിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച് അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഓയിലിന് പകരം ആ മസാലയിൽ തന്നെ ഓയിൽ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ എക്സ്ട്രാ ചിക്കൻ വേവിക്കുമ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തിരുമ്പി പിടിപ്പിച്ച് അപ്പോൾ ഈ സമയത്ത് ഞാൻ നമ്മുടെ ചുമന്ന മുളക് പൊടി ഇല്ലേ, നമ്മുടെ കളർ മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഇട്ടേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കളറിനാണ് കാണുന്നത്.
പിന്നെ ചിക്കൻ വേവിക്കാൻ വെക്കുന്നതിന് മുന്നേ നമുക്കതിലേക്ക് ക്യാപ്സിക്കം സവോള ഇങ്ങനെ ക്യൂബ്സായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. അതേ സെയിം ടൈമിൽ തന്നെ ഞാൻ ചോറ് വേവിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ചോറ് വേവിക്കാനായിട്ട് ആ വെള്ളത്തിലോട്ട് ഞാൻ ഇടുന്ന നമ്മുടെ കറുകപ്പട്ട, പട്ട, ഗ്രാമ്പു, പിന്നെ ഏലക്ക, പിന്നെ ബേ ലീവ്സ്, പിന്നെ കുരുമുളക് ഉണ്ട് കേട്ടോ അതിനകത്ത്. അപ്പോൾ ഞാൻ ആദ്യം വെള്ളമാണ് വെച്ചത്. പിന്നെ ഓർത്തെ എൻ്റെ കയ്യിൽ മാഗിയുടെ ക്യൂബ്സ് ഇല്ല, അതുകൊണ്ട് ഞാൻ പിന്നെ വെള്ളം മാറ്റി ചിക്കൻ്റെ ബ്രോത്താണ് അതിലേക്ക് വെച്ചത്. ഞാൻ കാണിക്കാൻ മറന്നുപോയി. പിന്നെ ചിക്കൻ കുറച്ച് നേരം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഞാനൊന്ന് ഇളക്കി മറിച്ചിടുന്നുണ്ട്. അപ്പോൾ ഇളക്കിയപ്പോൾ എനിക്ക് ഇച്ചിരി അടി പിടിക്കുന്ന പോലെ തോന്നി, പക്ഷേ അത് ചിക്കനിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടായിരുന്നു. പക്ഷേ കുറച്ച് നേരം കൂടെ അടച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ ചിക്കനിൽ വെള്ളമൊക്കെ ഇറങ്ങി വന്നിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ചോറ് വേവിക്കണേൽ ബ്രോത്താണ് പിന്നെ ഒഴിച്ചത് ചിക്കൻ്റെ. പിന്നെ നമ്മുടെ ഒരു നാരങ്ങ ഇട്ടിട്ടുണ്ട്, കറുത്ത നാരങ്ങ. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്ന് കഴിഞ്ഞപ്പോൾ അതിലോട്ട് നമ്മുടെ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരി നമ്മൾക്കൊരു 85% കുക്ക് ചെയ്തെടുത്താൽ മതി, നന്നായിട്ട് വേവിച്ചെടുക്കണ്ട. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് അരി ഇട്ട് കൊടുക്കാം. പിന്നെ ഇപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അളവ് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ആ കറക്റ്റ് വേവാകുമ്പോൾ അരി അതിൽ നിന്ന് ഊറ്റിയെടുത്താൽ മതി. നമ്മളപ്പോൾ കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് നോക്കണ്ട, കുറച്ച് വെള്ളം കൂടുതൽ വെച്ചാലും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ അരി ഹാഫ് കുക്കായിട്ട് വന്നിട്ടുണ്ട്, ഹാഫല്ല ഒരു 80% കുക്കായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇറച്ചിയാണെങ്കിലും അതിൽ നിന്നും വെള്ളം ഇറങ്ങി അത്യാവശ്യം ഇങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്തത് ഈ കുക്ക് ചെയ്ത് വെച്ച അരിയല്ല ചോറ് ഒരു അരിപ്പ കയ്യിലെടുത്തിട്ട് കോരി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാണ് നമ്മൾ ഫുള്ളി കുക്ക് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചാൽ ചോറൊന്നും കൂടെ കുഴഞ്ഞു പോകും. അപ്പോൾ ഒരു 80-85% കുക്ക് ചെയ്യുകയാണെങ്കിൽ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ അതിനകത്ത് കിടന്ന് ആ ചോറ് ബാക്കി വെന്തോളും. അപ്പോൾ നമ്മൾ ചോറിലെ വെള്ളം ഒന്നും ഇതിനകത്ത് ഒഴിക്കാൻ നിൽക്കണ്ട കേട്ടോ. ചോറിലെ വെള്ളം മൊത്തം ഊറ്റി കളഞ്ഞിട്ടാണ് അതിനകത്ത് ഒഴിക്കുന്നത്. പിന്നെ ഞാൻ ഫുഡ് കളറാണ് എടുത്തത്, ഫുഡ് കളർ എടുത്താണ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ഫോയിൽ പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ അടച്ചു വെച്ചേട്ടോ. അങ്ങനെ വെച്ച് ഒരു അരമണിക്കൂറോളം വെച്ചായിരുന്നു. അത് കഴിഞ്ഞ് തുറക്കുമ്പോഴുള്ള സീനാണിത്. തുറന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ പച്ചമുളക് കുത്തി കൊടുത്തത് എനിക്കറിയില്ല, അതിൻ്റെ വീഡിയോ കിട്ടിയിട്ടില്ല. തുറന്ന് കഴിയുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കിട്ടുന്നത്. ആ കളർ എല്ലായിടത്തും നല്ല ഭംഗിയായിട്ട് പിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ അടിയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വിഭവങ്ങളെന്ന് കാണാം. അപ്പോൾ അതേ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷനുള്ള ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരുപാടൊന്നുമില്ല, കുറച്ച് ഇത് നമ്മുടെ കപ്പയും എല്ലും വെച്ചതാണ്. പിന്നെ ഇത് ജസ്റ്റ് മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പിന്നെ അടിയിൽ ചിക്കൻ കിടക്കുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ ഇത് ഞാൻ ജസ്റ്റ് പകർത്തി വെച്ചതാണ്, കുറച്ച് ചിക്കനൊക്കെ മുകളിലിട്ടിട്ട് മന്തി പകർത്തി വെച്ചേക്കുന്നതാണത്. പിന്നെ ഒരു സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ തണുപ്പായതുകൊണ്ട് നെയ്യ് ഉറച്ച് കിടക്കുന്നതാണ് കേട്ടോ മുകളിൽ. അപ്പോൾ നമുക്കിതാ ഒരു നാരങ്ങച്ചാറും കൂടി ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ സെലിബ്രേഷനുള്ള വക. പിന്നെ നമുക്കിതാ അവിടെ കേക്ക് ഇരിക്കുന്നുണ്ട്, കട്ട് ചെയ്യാനുള്ള കേക്ക്. അപ്പോൾ അത് കേക്ക് മുറിക്കണ സമയമാണ്. നമ്മുടെ 2 ഫ്രണ്ട്സ് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ, അങ്ങനെ വലിയ പാർട്ടിയായിട്ടൊന്നും നടത്തിയില്ല. അപ്പോൾ കേക്ക് മുറിക്കലും പരിപാടികളാണ്. ഞാൻ ഫുഡ് ഉണ്ടാക്കി തീർന്നത് ആ എൻഡിങ് ഒന്നും എനിക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോഴേക്കും കടയിൽ പോകാനും ഉള്ള ധൃതിയും കൊണ്ട് പിന്നെ പെട്ടെന്ന് നിർത്തി പോകാമായിരുന്നു. നമ്മൾ പായസത്തിലേക്ക് വറുത്തിട്ടായിരുന്നു, പിന്നെ മന്തിയിൽ നിന്ന് ചിക്കൻ പീസും ചോറും മാറ്റി വെച്ചായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കേക്ക് നമ്മളിവിടെ അടുത്ത ഒരു കടയിൽ നിന്ന് സോബീസ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്, അവിടുത്തെ കേക്കാണ് വാങ്ങിച്ചത്. അവർ തന്നെ അവിടെ ബേക്ക് ചെയ്യുന്നതാണ്. പിന്നെ രാത്രി എല്ലാവരും കൂടെ എല്ലാം കഴിഞ്ഞ് കിടന്നുറങ്ങുകയാണ് ചെയ്തത്. പിന്നെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.